നിലമ്പൂരിൽ പി.വി. അൻവർ ഫാക്ടർ എത്രത്തോളം ഉണ്ട് എന്നതാണ് ഇപ്പോഴും മുന്നണികളെ കുഴപ്പിക്കുന്ന ചോദ്യം. ഇപ്പോഴും LDF-ന് UDF-ന് നെഞ്ചെടുത്ത് കൂട്ടുന്ന കാര്യം. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് UDF ക്യാമ്പ് കണക്കാക്കുമ്പോഴും 5,000 വോട്ടിൽ താഴെ വിജയിക്കും, 2,000 വോട്ടിൽ താഴെ വിജയിക്കുമെന്ന് LDF ക്യാമ്പ് കണക്കാക്കുമ്പോഴും പി.വി. അൻവർ എത്രത്തോളം വോട്ട് പിടിക്കും എന്നത് LDF കൊടുക്കുന്നത് 5,120 വോട്ടുകൾ മാത്രമാണ്. ആ വെല്ലുവിളി അൻവർ മറികടക്കുമോ എന്നത് പറയണം. 5,000-ൽ കൂടുതൽ പിടിച്ചാൽ അത് ആരുടെ വോട്ട്? അല്ല, 5,000 കൂടുതൽ കിട്ടിയാൽ ഒരു 15,000 വരെ അൻവറിന് കൊണ്ടുപോകാം. അതുവരെ UDF പേടിക്കില്ല. പക്ഷെ 15,000-ന് മുകളിലാണ് അൻവർ പോകുന്നതെങ്കിൽ സ്ഥിതി മാറും, വലിയ ബുദ്ധിമുട്ടാകും. അൻവർ പിടിക്കുന്ന അവിടുന്ന് അങ്ങോട്ട്, അതാണ് വെള്ളാവിടുന്ന എന്ന് പറഞ്ഞാൽ ഒരു 25,000 വോട്ട് അൻവർ പിടിക്കുകയാണെങ്കിൽ ഹിന്ദു കൺസോലേഷൻ ഞാൻ നോക്കിക്കോളാം. നമ്മൾ മീഡിയ എഡിറ്റേഴ്സിൽ എത്തിയ ഒരു കൺക്ലൂഷൻ ആയിരുന്നു. അതായത് പി.വി. അൻവർ പിടിക്കുന്ന വോട്ട് 15,000-ന് മുകളിലേക്ക് പോയാൽ അത് UDF-നെ ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ്. തീർച്ചയായും അതല്ലെങ്കിൽ ബാധിക്കുന്നത് LDF-ൽ നിന്ന് സ്വാഭാവികമായും മുന്നോട്ട് പോകും. അതാണ് UDF-നെ സംബന്ധിച്ച സംഗതി. 25,000 വോട്ട് പിടിക്കുമെന്നുള്ള കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ അത് UDF-ന് ആശങ്കയാണ്, പ്രശ്നമാണ്. നിർണായകമായ വോട്ടുകളാണ് മറിയുക. നേരിയ ഭൂരിപക്ഷത്തിന് LDF വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അഷ്കർ നമുക്കിപ്പോൾ ഉണ്ട്. അഷ്കർ അലി കരിമ്പ ആദ്യഘട്ടത്തിൽ 70,000 വോട്ടെന്നൊക്കെയുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചെങ്കിലും അവസാനമാകുമ്പോഴേക്കും 25,000 വോട്ടിലേക്ക് എത്തുന്നു. അതിലും കവിഞ്ഞ് ഒരുപക്ഷെ ഒളിഞ്ഞ പിണറായി വിജയൻ ജയിക്കും, ആര്യാടൻ ഷൗക്കത്തായിരിക്കും വിജയിക്കുക എന്ന സ്റ്റേറ്റ്മെന്റ് കൂടി വരുമ്പോൾ പരാജയം ആ അർത്ഥത്തിൽ സമ്മതിക്കുന്നുണ്ടോ പി.വി. അൻവർ? അരുൺ, അൻവറിനെ സംബന്ധിച്ചിടത്തോളം, തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ഫലം എന്തെന്ന കാര്യത്തിൽ പ്രവചനാതീതമാണ് എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ മറുപടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ 75,000 എന്ന് പറഞ്ഞിരുന്ന പി.വി. അൻവർ പിന്നെ അതിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അഥവാ ഇനി ഞാൻ ജയിച്ചില്ലെങ്കിൽ ഒളിഞ്ഞ പിണറായിയായി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കട്ടെ എന്ന് അൻവർ പറയുന്നതും ആ ഘട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴും വിജയ സാധ്യത എന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായും പി.വി. അൻവർ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോഴും തനിക്ക് ജനങ്ങളുടെ വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷയുടെ തിരുനാളം ഇപ്പോഴും വിജയത്തെ കുറിച്ച് അൻവർ അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് എല്ലാവരെയും ഇരു മുന്നണികളെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് അൻവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് 25,000-ലധികം വോട്ടുകൾ നിലമ്പൂരിൽ എന്തായാലും താൻ പിടിക്കുമെന്ന് തന്നെയാണ്. നിലവിൽ 5,000-ഓളം വോട്ടുകൾ LDF-ഉം ഇല്ലെങ്കിൽ 10,000 ഇല്ലെങ്കിൽ 12,000 വരെ വോട്ടുകൾ LDF-ഉം UDF-ഉം അൻവറിന് വകയിരുത്തി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കണക്കൂട്ടി നൽകുമ്പോൾ അവരൊക്കെ ഞെട്ടിച്ചുകൊണ്ട് മൃഗീയമായി ഇല്ലെങ്കിൽ അവരുടെ കണക്കുകളെ വെച്ച് നോക്കുമ്പോൾ മൃഗീയമായ ഒരു 25,000 വോട്ടെങ്കിലും പിടിച്ച് തൻ്റെ കരുത്ത് നിലമ്പൂരിൽ തെളിയിച്ചു കൊടുക്കുമെന്നുള്ളതാണ് അൻവർ ഉറപ്പിച്ച് പറയുന്നത്. അൻവറുടെ ക്യാമ്പും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ 25,000 എന്നുള്ളത് അതിൽ നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. അത് ഏതുവരെ ഉയരും എന്നതിൽ മാത്രമാണ് പ്രവചനാതീതം എന്നത് അൻവറും ക്യാമ്പും പറയുന്നത്. അത്രയേറെ ആത്മവിശ്വാസം അൻവറിനും ക്യാമ്പിനുമുണ്ട്. 25,000 ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയും അതുപോലെ തന്നെ ഇടതുപോലത്തെ മുന്നണികളൊക്കെ തന്നെ ആശങ്കയിലേക്ക് തള്ളിവിടുന്ന ഒരു കണക്കിലേക്ക് അൻവർ 25,000 എന്നതിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അവസാന വോട്ടെണ്ണുന്നത് വരെയും അതുവരെയും ആകാംക്ഷയുടെ മുൾമുനയിലേക്ക് നിർത്തുന്ന രീതിയിലേക്ക് നിലമ്പൂരിലെ ഒരു കാര്യം കൂടി അൻവറിന്റെ 25,000 വോട്ടിന്റെ കണക്കിനെ സ്പ്ലിറ്റപ്പ് എടുത്താൽ ഇപ്പോൾ പല പഞ്ചായത്തുകളിലും അൻവറിന് സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അവിടെ തന്നെയാണ് UDF-ഉം LDF-ഉം ഒക്കെ പ്രതീക്ഷ വയ്ക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം വഴിക്കടവ്, കഴിഞ്ഞ തവണ വെറും 35 വോട്ട് മാത്രമാണ് LDF-ന് കിട്ടിയത്. ഇത്തവണ വഴിക്കടവ് UDF-ന് വലിയ പ്രതീക്ഷ അവർ മുന്നിൽ വെക്കുന്ന സ്ഥലമാണ്. അവിടെ അൻവറിന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു നമുക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാകുന്നത്? ജിമ്മി, ഏറ്റവും കൂടുതൽ അഥവാ ഈ മുൻ വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള E.A. സുഗു ആദ്യഘട്ടം മുതൽ തന്നെ അൻവറെ പാർട്ടി വിട്ട് അല്ലെങ്കിൽ മുന്നണി വിട്ട് പുറത്തിറങ്ങുമ്പോൾ പോലെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആളാണ് E.A. സുഗു. E.A. സുഗു അടക്കം E.A. സുഗുവും അതുപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള അവരുടെ ജനപ്രതിനിധികളായിരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ തൃണമൂൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ആദ്യഘട്ടത്തിൽ അടിത്തറ രൂപീകരിക്കുന്നതും പഞ്ചായത്ത് കമ്മിറ്റി നിലവിൽ വരുന്നതും സംഘടന പ്രവർത്തനം നടത്തുന്നതും ഒക്കെ തന്നെ ഈ വഴിക്കടവ് പഞ്ചായത്തിലാണ്. ആ വഴിക്കടവ് പഞ്ചായത്തിൽ 5,000 മുതൽ 7,000 വരെ വോട്ടുള്ള ഒരു അടിസ്ഥാന വോട്ട് ബാങ്കായി തന്നെ പി.വി. അൻവർ കണക്ക് കൂട്ടുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ ചുങ്കത്തറയിലാണെങ്കിലും എടക്കരയിലാണെങ്കിലും ഒക്കെ മുത്തടമൊക്കെ ആണെങ്കിലും തന്നെ ഓരോ പഞ്ചായത്തിനും 2,000 മുതൽ 3,500 വോട്ട് വരെ ഒരു അടിസ്ഥാന വോട്ട് ബാങ്കായി കണക്ക് കൂട്ടിയാണ് 25,000-ലധികം വോട്ട് എന്നുള്ള കണക്കിലേക്ക് പി.വി. അൻവർ എത്തുന്നത്. അതിനപ്പുറത്തേക്ക് അൻവർ ഒരു അനുകൂല സാഹചര്യമായി വിലയിരുത്തുന്ന ചില കാര്യങ്ങൾ, ഒന്ന് മലയോര വിഷയവുമായി ബന്ധപ്പെട്ട് വന്യമൃഗശല്യങ്ങളുമായി ബന്ധപ്പെട്ട് അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്കുള്ള ആ വിഷയാടിസ്ഥാനമായ വോട്ടുകൾ, അതിനോടൊപ്പം തന്നെ അൻവറിന് അനുകൂലമായുള്ളൊരു സഹതാപം സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് തന്നെ നടത്തിയ സർവേയിലൂടെ അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള
സ്ത്രീ വർഗ വോട്ടുകളും അതുപോലെ തന്നെ പുതിയ വോട്ടർമാരിൽ ഈ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളോടുള്ള ഒരു വീരാരാധന, അത്തരം ഒരു ആരാധന അൻവറിനോട് രൂപപ്പെട്ടിട്ടുണ്ടെന്നും യുവാക്കൾക്കിടയിൽ നിന്നും അത്ര വോട്ട് പിടിക്കാനുള്ള സ്വാധീനം അതൊക്കെയാണ് അൻവർ കണക്കൂട്ടുന്നത്. അതിനും അപ്പുറത്തേക്ക് പഴയ DIC കാലത്ത് തന്നെ അൻവർ ഇവിടെ അതിനുശേഷം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ CPM-ന്റെ കണക്കൂട്ടലിൽ വഴിക്കടവിൽ LDF-ന് 12,416 വോട്ട് കിട്ടുമെന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അതേസമയം അൻവറിന് അവിടെ കിട്ടുക 1236 വോട്ടുകളാണ് എന്നാണ് CPM കണക്കുകൂട്ടുന്നത്. അതേപോലെ തന്നെ ഈ നഗരസഭയിലേക്ക് പോകുമ്പോൾ നഗരസഭയിൽ അൻവറിന് കിട്ടുന്ന വോട്ട് 802 വോട്ടാണെന്നാണ് പറയുന്നത്. നഗരസഭ LDF തൂത്തുവാരിയതാണല്ലോ. അപ്പോൾ അൻവർ അതിൽ UDF-ന്റെ വോട്ടും പിടിച്ചിരുന്നു, ലീഗിന്റെ വോട്ടും പിടിച്ചിരുന്നു. അങ്ങനെ അവിടെ LDF-ന് ഒരു ആധിപത്യം ഉണ്ടാക്കാൻ സാധിച്ചു. ആ നഗരസഭ LDF-ന് വലിയ പ്രതീക്ഷയുള്ള ഇടമാണ്. അവിടെ വെറും 800 ചില്ലാനും വോട്ടാണ് ഇപ്പോൾ അൻവറിന് കിട്ടുമെന്ന് CPM പറയുന്നത്. സ്മൃതി, ആ കണക്കുകൾ തികച്ചും അവിശ്വസനീയമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അവിടുത്തെ ഫസ്റ്റ് റൗണ്ട് വോട്ട് അഥവാ വഴിക്കടവ് തണ്ണിക്കടവിൽ നിന്നാണ് നാളെ വോട്ടെണ്ണാൻ പോകുന്നത്. അവിടെ നിന്നുള്ള ഫസ്റ്റ് റൗണ്ട് വോട്ടെണ്ണുമ്പോൾ തന്നെ ഇപ്പം ഈ വഴിക്കടവ് പഞ്ചായത്തിൽ LDF പറഞ്ഞിരിക്കുന്ന ഈ 1200 ചില്ലാനും വോട്ട് എന്ന് പറയുന്നത് അത് ഫസ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ 14 ബൂത്തുകൾ എണ്ണുന്നതിന് മുമ്പ് തന്നെ അത് കടക്കും എന്നുള്ളതാണ് അൻവർ കണക്കൂട്ടുന്നത്. കാരണം ആ മേഖലയിൽ തണ്ണിക്കടവ് ഉൾപ്പെടെയുള്ള ആ മേഖലയിൽ കൃത്യമായ അൻവർ സ്വാധീനമുള്ളൊരു മേഖല കൂടിയാണ്. അതുകൊണ്ട് അതിലധികം വോട്ടുകൾ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ 14 ബൂത്ത് എണ്ണുമ്പോൾ തന്നെ കടക്കുമെന്നുള്ള കണക്കൂട്ടലുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഈ പോളിംഗ് ദിവസമടക്കം നമ്മൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് PV അൻവർ എവിടെയെങ്കിലും വോട്ട് ചോദിക്കുക അല്ലെങ്കിൽ ബൂത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ആദ്യം കടന്നു പോകുന്നത് തൃണമൂലിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കല്ല, മറിച്ച് അവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ബൂത്തിൽ കയറി അവിടെയുള്ള UDF-ന്റെ ബൂത്തിൽ കയറി അതിനുശേഷം തൃണമൂലിൻ്റെ ബൂത്തിലേക്ക് പോകുന്ന അൻവറിനാണ് നമ്മൾ കണ്ടത്. അവിടെയൊക്കെ തന്നെ അൻവർ ഈ മറ്റ് മുന്നണികളുടെ ബൂത്തിലടക്കം സ്വീകരണം കിട്ടുന്ന അവിടെ നിന്ന് ചായ വാങ്ങി കുടിക്കുന്ന അൻവറിനെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ അടിസ്ഥാന പാർട്ടി കണക്കുകളിൽ നമുക്ക് പോലും തികച്ചും അവിശ്വസനീയതയുണ്ട്. മാത്രമല്ല മുമ്പ് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ മത്സരിക്കുന്ന ഘട്ടത്തിൽ അന്ന് ഈ പറയുന്ന പോലെ ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ ഒന്നും തന്നെ കാര്യമായ പിന്തുണയില്ലാത്ത ഘട്ടത്തിൽ തന്നെ നിലമ്പൂരിൽ 8,900-ലധികം വോട്ടുകൾ അൻവർ ഒറ്റയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും അന്ന് അതിന് അൻവർ ഗുണകരമായത് പഴയ DIC കാലത്തെ ബന്ധങ്ങളും അതുപോലെ തന്നെ 4ാം ഗ്രൂപ്പ് I ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ബന്ധങ്ങളാണ്. അതേ ബന്ധങ്ങൾക്ക് പുറമെ ഇടതുപക്ഷത്തുള്ള വോട്ടുകൾ കൂടി ചേർന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ 2016-ലും 2021-ലും ഒക്കെ തന്നെ അൻവറിലേക്ക് വിജയത്തിലേക്കുള്ള ഒരു വഴി തുറന്നത്. എന്നാൽ ഇന്ന് അൻവർ പറയുന്നത് ഇല്ലെങ്കിൽ അൻവർ ക്യാമ്പ് പറയുന്നത് അൻവർ സ്വതന്ത്രനായി വരുമ്പോൾ UDF-ൽ നിന്ന് വന്ന DIC വോട്ടുകളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 9 വർഷമായി ഈ ഇടത് ക്യാമ്പിൽ പ്രവർത്തിച്ചപ്പോഴുണ്ടായ ആത്മബന്ധം, ഓരോ ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറി മുതൽ എല്ലാ അടുത്തുള്ള പ്രവർത്തകരുമായുള്ള 9 വർഷത്തെ ആത്മബന്ധം അതടക്കം തനിക്ക് വോട്ടായി മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം തല ഉയർത്തിയ വിഷയങ്ങളും അതെല്ലാം കണക്ക് കൂട്ടിയാണ് 25,000-ലധികം എന്നുള്ള ഒരു വോട്ട് സംഖ്യയിലേക്ക് മിനിമം വോട്ടിലേക്ക് PV അൻവർ എത്തുന്നത്. വഴിക്കടവിൽ വഴിക്കടവ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് അവിടെ UDF 1200 വോട്ടിന്റെ ലീഡാണ് പ്രതീക്ഷ. അല്ല 4000 വോട്ടല്ലേ UDF പ്രതീക്ഷിക്കുന്ന കണക്ക് 3 റൗണ്ട് വഴിക്കടവാണ്. അൻവറിന്റെ ഏറ്റവും വലിയ അവകാശവാദവും വഴിക്കടവാണ്. അതുകൊണ്ട് നമുക്ക് പോളിംഗ് കൗണ്ടിംഗ് തുടങ്ങി അരമണിക്കൂറോ 3/4 മണിക്കൂറോ ആകുമ്പോഴേക്കും PV അൻവറിന്റെ കാര്യം തീരുമാനമായോ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, കഴിഞ്ഞ തവണ LDF-ന് 35 വോട്ടിന്റെ ലീഡ് കൊടുത്തതാണ് വഴിക്കടവ്. അവിടെ നിന്ന് 1000 വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയാൽ പോലും അത് ട്രെൻഡാണ്. 1000. പക്ഷേ ഇവർ പറയുന്നത് UDF പറയുന്നത് 4000 വരെ കിട്ടിയേക്കാം എന്നുള്ളതാണ്. 4000 വരെ കിട്ടിയേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിക്കടവിലെ എല്ലാ വാർഡുകളിലും UDF ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും UDF വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ ലീഡ് ചെയ്യും എന്ന് തന്നെയാണ് LDF-ഉം കരുതുന്നത്. LDF ഇപ്പോൾ കരുതുന്നത് 1167 വോട്ടുകൾ അല്ലേ, അതല്ലേ സൂചിപ്പിച്ചത്? LDF-ന്റെ കണക്ക് 4000-ആണ്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ കണക്ക് 2011-ലേക്ക് അല്ലെങ്കിൽ അതിന് മുൻപുള്ള കാലഘട്ടത്തിലേക്ക് ആര്യാടൻ മുഹമ്മദ് എറായിലേക്ക് തിരിച്ചു പോവുകയാണ്. ആര്യാടൻ മുഹമ്മദിന് കൃത്യമായി ലീഡ് കൊടുത്തുകൊണ്ടിരുന്ന ഒന്നും വന്നില്ലെങ്കിലും PV അൻവർ ഈ പറഞ്ഞ വോട്ടിന്റെ 7 വന്നില്ലെങ്കിൽ PV അൻവർ ഫാക്ടർ ഇല്ല. വഴിക്കടവ് തീർന്നു. വഴിക്കടവ് എണ്ണുമ്പോൾ അതായത് റൗണ്ട് എണ്ണുമ്പോൾ PV അൻവർ ഒരു ഫാക്ടർ ആണോ അല്ലയോ എന്നുള്ളത് വളരെ കൃത്യമാണ്. വഴിക്കടവിൽ ഞാനൊരു കാര്യം പറയാം, ആകെ 23 വാർഡുണ്ട്. അതിൽ ലീഗിന്റെ 7 വാർഡിലും കൃത്യമായി അവർ വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ലീഗിന്റെ മാത്രമല്ല കോൺഗ്രസിന് ഓരോ ബൂത്തിനും ചുമതല കൊടുത്തിരിക്കുകയാണ്. DCC അംഗങ്ങൾക്ക് ഓരോ ബൂത്തിനും ചുമതല കൊടുത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ വോട്ട് മറിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞ മാതിരി നേരത്തെ ഭാഷ്കർ പറയുന്നു അല്ലല്ല ഓരോ ബൂത്തിലേക്കും ചെന്ന് അല്ല അങ്ങനെ പറ്റില്ല. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന രൂപത്തിൽ തീരുമാനമെടുക്കാം. അതല്ലാതെ മാസമായിട്ട് അങ്ങനെ നടക്കില്ല. അല്ല, ഇവിടെയാണ് 1236 വോട്ടേ പിടിക്കൂ എന്ന് LDF കണക്കാക്കുന്നത് PV അൻവർ. അപ്പോൾ ഇത്രയും കാലത്ത് വഴിക്കടവ് പഞ്ചായത്തിൽ അത്രയും സ്വാധീനം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഓർമ്മിക്കണം, പഞ്ചായത്ത് മറിച്ചിടാൻ പോകുന്ന ശക്തി PV അൻവർ തെളിയിച്ചിട്ടുണ്ട്.
എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ പി വി അൻവറിനൊപ്പം 13 ഇറങ്ങി വന്ന ഡോക്ടർ. ആളുകൾ ഈ പി വി അൻവറിന്റെ ഈ മുഴുവൻ പ്രകടനത്തിന് ശേഷം കൂടെ വന്ന ആളുകൾ അവരൊക്കെ ഈ വഴിക്കടവിൽ നിന്നാണ് വന്നത്. അല്ല, ഈ വഴിക്കടവിൽ അനന്തു ഫാക്ടറും കൂടി ഉണ്ടല്ലോ. വഴിക്കടവിലാണ് അനന്തുവിന്റെ മരണം സംഭവിച്ചത്. ആ വിഷയമാണ് പക്ഷേ വഴിക്കടവിലെ ജനങ്ങൾക്ക് അനന്തു ഫാക്ടറിന്റെ കാരണത്തെ മനസ്സിലാക്കുമ്പോഴാണ് UDF-ന് തിരിച്ചടിയാവുന്നത്. കാര്യം അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കുറിച്ചുള്ള ഒരു സംശയം അവിടെ ബലപ്പെട്ടിട്ടുണ്ട്.